ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദംസ് ഫുഡ് ലാബിലേക്ക് സ്വാഗതം. ഇന്ന് ചക്ക വെച്ചിട്ടുള്ളൊരു വിഭവമാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക ഹൽവ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നല്ല പഴുത്ത ചക്ക നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര അളവാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത ചക്ക കുരു കളഞ്ഞിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി പേസ്റ്റാക്കി എടുക്കണം. അതുപോലെ തന്നെ നമുക്കിനി ഒരു 3 അച്ച് ശർക്കര ഉരുക്കി എടുക്കാനുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് നമ്മളത് ഈ പേസ്റ്റാക്കിയ ചക്ക വറ്റിച്ചെടുക്കണം. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനിടയിൽ തന്നെ നമ്മൾ കുറച്ച് വറ്റി വരുമ്പോൾ തന്നെ കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടർ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായി വറ്റി വന്നതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്ത് 1 കപ്പ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് ചെയ്യുക. വെള്ളം ഒരുപാടാവരുത്. അപ്പോൾ നമുക്ക് അത്രയും വെള്ളം പിന്നെ വറ്റിച്ചെടുക്കാൻ പിന്നെ സമയം വേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ ഈ ചക്കയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഈ അരിപ്പൊടി ചൂടായി വരുമ്പോൾ തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. ഇനി ഈ നമ്മൾ ഉരുക്കി വെച്ച ഈ ശർക്കര ഇതിലേക്കൊന്ന് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു തരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. ഇനി ശർക്കരയിലുള്ള വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. നമ്മൾ അരിച്ചു വെച്ച ആ ശർക്കരപ്പാനി കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈയെടുക്കാതെ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി നമുക്കിതേപോലെ കിട്ടും. അപ്പോൾ നല്ല കളറായിട്ടൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ ഇതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാരമലും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ശർക്കരയിലുള്ള എല്ലാ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റണം. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഈ അരിപ്പൊടിയും കൂടെ വെന്തിട്ടുണ്ടാവും നന്നായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. നമ്മുടെ ചട്ടിയിൽ നിന്ന് ഇത് നമുക്ക് മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം വറ്റി എന്നുള്ളത്. ഇനി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാരമൽ ഉണ്ടാക്കിയിട്ട് നമുക്കതും കൂടെ ഈ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇതുപോലെ ഈ കളറാകുമ്പോൾ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്കയിലേക്ക് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ മാത്രമല്ല അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വ്യത്യാസമുണ്ട് നമ്മൾ കാരമൽ ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ഉരുണ്ടിട്ട് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ പോരുന്ന രീതിയിലാവും. നമുക്ക് ഉരുട്ടിയെടുക്കാൻ കിട്ടും. ഈ സമയമാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതെല്ലാം ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു ഷേപ്പുള്ള പാത്രത്തിൽ നമ്മൾ ഈ വേവിച്ച ശർക്കരയും അതിലും കൂടെയുള്ള ഈ ചക്ക നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നല്ല റൗണ്ട് ഷേപ്പാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് ഉള്ള പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും നല്ല ഷേപ്പായി കിട്ടുന്ന രീതിയിലും ചെയ്യാം. ഇനി ഇതൊന്ന് നല്ല മുകൾ ഭാഗം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി സ്പൂണിൻ്റെ താഴെ ഭാഗത്തൊരു നെയ്യോ എണ്ണയോ തേച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇനി നമുക്ക് പുറത്ത് വെക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് ആറിച്ചെടുക്കണം. ഇപ്പം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ കിട്ടി. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ തട്ടിക്കൊടുത്ത ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നല്ലൊരു ഷേപ്പായി നമുക്ക് കിട്ടി. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.